നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനും തിരുത്തൽ നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുമായി CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു. പലവിധ വിഷയങ്ങൾ കമ്മിറ്റിക്കകത്ത് ഉയർന്നു വരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികൾ മുടങ്ങിപ്പോയത്, ആളുകൾക്കിടയിൽ വലിയ അവമതിപ്പും അകൽച്ചയും സർക്കാരിനെ കുറിച്ച് ഉണ്ടാക്കിയത് തിരിച്ചടിക്ക് കാരണമായി. കൊല്ലം പോലെയുള്ള മണ്ഡലങ്ങളിലെ ഈ കശുവണ്ടി മേഖലയിലടക്കം ഉണ്ടായിട്ടുള്ള തകർച്ച സർക്കാരിനെതിരായിട്ടുള്ള വികാരമായി പ്രതിഫലിച്ചു പോലെയുള്ള സംഗതികളുണ്ട്. നേതാക്കൾക്കുണ്ടായ നാവുദോഷം പോലെയുള്ളവ, അല്ലെങ്കിൽ ചില വിവാദ പ്രസ്താവനകൾ, പരിധിവിട്ട വർത്തമാനങ്ങൾ എന്നിവയും പാർട്ടിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള അവമതിപ്പിനും പ്രതിച്ഛായ നഷ്ടത്തിനും കാരണമായി നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും? ഏറ്റവും നിരാശാജനകമായ പ്രകടനമെന്നാണ് CPIMന്റെ നേതൃയോഗത്തിൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അത് ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായി പരിണമിക്കും എന്ന് വിചാരിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ സമീപനത്തിലും നയത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഭരണനായകരുടെ സമീപനത്തിലെ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ മുൻഗണനാക്രമം, ഇവയൊക്കെ സീരിയസ് ആയ ചർച്ചയ്ക്ക് വരുമോ? വകുപ്പുകളുടെ ഭരണം നന്നായി കൊണ്ടുപോകുന്നതിൽ ഓരോ മന്ത്രിമാരും എന്തുമാത്രം മികവ് കാണിക്കുന്നുണ്ട്? അല്ലെങ്കിൽ വകുപ്പുകളുടെ പരാജയം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയോ? എങ്കിൽ ആ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് ചോദിക്കാനും വകുപ്പുകളെ ഓഡിറ്റ് ചെയ്യാനും പാർട്ടിക്ക് കഴിയുമോ? അപ്പം സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്ന, വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് എന്തായിരിക്കും കാരണം? അതിനെന്തൊക്കെ പ്രതിവിധികൾ ആലോചിക്കാൻ CPM തയ്യാറാകും? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. CPM എവിടെയാണ് തിരുത്തൽ തുടങ്ങുക, എങ്ങനെയൊക്കെ തിരുത്തും, ഏതൊക്കെ വിഷയങ്ങളെ അവർ അഭിസംബോധന ചെയ്യും എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ NM പിയേഴ്സൺ, മാധ്യമപ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകുടി, CPIM സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസ്, അപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാൻ എന്നിവരും ചേരുന്നു. ആദ്യം ശ്രീ NM പിയേഴ്സൺ, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഏതൊക്കെ വിഷയങ്ങളെ സ്പർശിക്കണം എന്നാണ് താങ്കൾ പറയുക? അല്ല, ഗുരുതരമായിട്ട് പാർട്ടി പുലർത്തിപ്പോരുന്ന പാർട്ടിയുടെ ഐഡന്റിറ്റി, അതായത് ഈ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നേതൃനിരയിലുള്ള പാർട്ടിയാണ് എന്ന ആ വിശ്വാസവും അതേപോലെ തന്നെ ആ പ്രഖ്യാപനവും സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ വിശകലനം എങ്ങനെ തുടരാം, ഏത് രീതിയിലായിരിക്കണം അത് നിർവഹിക്കേണ്ടത് എന്നതിന് പറയാവുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോ കാര്യങ്ങളുമായി നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു വരുന്ന സമയത്ത് ഓരോന്നിനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത്, ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷം എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്, ഏത് രീതിയിലാണ് പൊതുസമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജാതിമത വിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മതേതര സ്വഭാവത്തെ എങ്ങനെയാണ് അത് നിലനിർത്തേണ്ടത്, അതിന്റെ ഐഡന്റിറ്റി എന്തായിരിക്കണം. അതേപോലെ തന്നെയാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോടുള്ള ഗവൺമെന്റിന്റെ പാർട്ടിയുടെ സമീപനം എന്തായിരിക്കണം, അതിന്റെ മുൻഗണനാക്രമം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ദരിദ്രരായക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുക. അതിന് പകരമായിട്ട് മുതലാളിത്തത്തിന്റെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്ന സമീപനത്തിലേക്ക് അത് പോകാതിരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അഴിമതി അതിശക്തമായിട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടിയുടെയും അതേപോലെ ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ, ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായിട്ടുള്ള രീതിയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നതായിട്ടുള്ള വ്യക്തികൾക്ക്, സംവിധാനങ്ങൾക്ക് എതിരെ അതെടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടുള്ള രീതിയിൽ പൊളിച്ചെഴുതുകയും അത് ജനകീയമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിച്ചാൽ മാത്രമാണ് ആ പരിഗണന എന്ന് പറയുന്നത് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ളതായി നമുക്ക് കാണാനായിട്ട് കഴിയും. NM പിയേഴ്സൺ, അത് എന്തുമാത്രം CPIMന് കഴിയും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് പിണറായി വിജയൻ എന്ന നേതാവാണ് CPIMന്റെ തലതൊട്ടപ്പനായി ഇപ്പോൾ വർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ കൂടി സമീപനങ്ങളെ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രക്രിയ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ
പൂർത്തിയാക്കാൻ CPM-ന് കഴിയൂ. പക്ഷെ അതെത്ര കഴിയും എന്നാണ്. കഴിഞ്ഞ ഒരു ദശകക്കാലമായി അല്ലെങ്കിൽ ഒരു ദശകത്തിനധികം കാലമായി CPIM-നെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലൊരു സംസ്കാര മാറ്റം സത്യത്തിൽ പിണറായി വിജയൻ CPIM-നകത്ത് കൊണ്ടുവന്നിട്ടില്ലേ? മോദി എന്താണോ BJP-ക്ക് അകത്ത് ചെയ്തിട്ടുള്ളത് അതേ സംഗതി ഈ CPIM-ന്റെ കാര്യത്തിൽ പിണറായി വിജയനും കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി അധികാരരൂപിയായ വ്യക്തിക്കെതിരായി സംസാരിക്കാനും ചോദ്യം ചോദിക്കാനും തിരുത്താനും ഓഡിറ്റ് ചെയ്യാനൊന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു 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 ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത സംസ്കാരം അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനെ അഡ്രസ് ചെയ്യാൻ ശേഷി ഉണ്ടാവില്ലല്ലോ. അല്ല, പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് ഒരു ദിവസം കൊണ്ട് ആരംഭിച്ച പ്രശ്നങ്ങളല്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ദശകത്തിലധികമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെന്റിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹം പാർട്ടിക്കകത്ത് രൂപപ്പെടുത്തിയ ഒരു എന്താണ് പാർട്ടിയുടെ സംവിധാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി വരിക എന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഓരോ ഏരിയ കമ്മിറ്റിയിലും ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഓരോ പിണറായി വിജയന്മാരെ നിർമ്മിച്ചു കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും അധികാര കേന്ദ്രത്തിൽ ഒരു വ്യക്തിയെ സ്ഥാപിച്ച് ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് CPIM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയുടെ ഘടന മാറ്റി എന്നുള്ളതാണ്. ഈ സ്ട്രക്ചറലിസത്തിന്റെ ഒരു സെമിയോട്ടിക്സ് പരിശോധിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറിൽ വന്ന് വീണാൽ, ഘടനയിൽ വന്ന് വീണാൽ അത് പൊളിക്കുക അല്ലെങ്കിൽ അതിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ അതിന് വന്നിരിക്കുന്നതായിട്ടുള്ള ഈ 10 വർഷമല്ല 10-20 വർഷമായിട്ട് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള മാറ്റത്തെ ഈ ഒരു സമ്മേളനം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി കൊണ്ട് തിരുത്താനായിട്ട് കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല വളരെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ സർക്കാർ സ്വീകരിക്കുന്നതായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമായിരുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി തയ്യാറാവാതിരുന്നതിന്റെ ദുരന്തം കൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള അപകടാവസ്ഥ. ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. പക്ഷേ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പോസിറ്റീവ്. മാറ്റാൻ എന്തുമാത്രം CPM-ന് കഴിയുന്നതാണ്. ആനന്ദ് കൊച്ചുകുടിയും നിയമസഭയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്, കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കാം, അത് പ്രധാനമന്ത്രി മോദിക്കെതിരായിട്ടുള്ള വോട്ടാണ്. ഞങ്ങളുടെ പരാജയം എന്നതിനേക്കാൾ മോദിക്കെതിരായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുവികാരം എന്ന നിലയ്ക്കാണ് അത് എടുക്കേണ്ടത്. രാജി ചോദിച്ചാരും ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താനും തൻ്റെ ഭരണ നേതൃത്വത്തെയും ചോദ്യം ചെയ്യാൻ പുറത്തുനിന്നും അകത്തുനിന്നും ആരും വരേണ്ടതില്ല എന്ന് പിണറായി വിജയൻ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസക്തി എന്താണ്? അല്ല, ഈ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കുറെ കാലമായിട്ടൊരു എൻഡോഴ്സ്മെന്റ് കമ്മിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. പിണറായി വിജയൻ പറയുന്നതിന് കൈയടിച്ച് പാസ്സാക്കുക അല്ലെങ്കിൽ നയരൂപീകരണമൊക്കെ പിണറായി വിജയൻ നടത്തിയതിന് ശേഷം അദ്ദേഹം ഈ എറണാകുളത്ത് നടന്ന CPM-ന്റെ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നവ കേരള ഞാൻ ആ പേര് മറന്നു, ടെക്നിക്കലായിട്ടുള്ള നവകേരള സദസ്സ്. പക്ഷെ അദ്ദേഹത്തിന്റെ നവകേരള ആ പ്രമേയം അല്ല, നവകേരള സദസ്സല്ല, ഈ 2021 എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം ഒരു നവകേരള പ്രമേയോ അങ്ങനെ പിൻപറ്റിയാണല്ലോ ഇപ്പൊ കുറെ അതിനെ പിൻപറ്റിയാണല്ലോ ഇപ്പൊ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് CPM-ന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗങ്ങളുമായിട്ട് എനിക്കും പരിചയമുണ്ട്, ശ്രീ പിയേഴ്സണും പരിചയമുണ്ട്, നിഷാദിനും പരിചയമുണ്ടാകും. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊന്നും പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നില്ല. ഇതെല്ലാം ചർച്ചയൊക്കെ ചെയ്യാതെ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയും മാത്രം അറിഞ്ഞതിന് ശേഷം ഇത് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ എത്തുന്നു. അവർ കൈയടിച്ച് പാസ്സാക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടെ ശ്രീ പിയേഴ്സൺ പറഞ്ഞതുപോലെ ഓരോ പിണറായി വിജയന്റെ മിനി വേർഷനുകൾ, മിനിയൻസിനെ ഓരോ ജില്ലകളിലും സ്ഥാപിക്കുക. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ സജി ചെറിയാൻ ഒരു മിനി പിണറായി വിജയനാണ്, എറണാകുളത്ത് രാജീവ് ഉണ്ടല്ലോ ഒരു മിനി പിണറായി ആയിട്ട്, അല്ലെങ്കിൽ കോട്ടയത്ത് ബാർ മുതലാളിമാരുടെ ഇടതും വലതും ബാർ മുതലാളിമാരുടെ കൂടെ സഞ്ചരിക്കുന്ന VN വാസവൻ.
ഇതൊക്കെ ഇതുപോലെ കുറേ മിനി പിണറായി വിജയന്മാർ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി CPM-ന് പുറത്തു നിന്നും PV അൻവറിനെ പോലെയുള്ള ആൾക്കാരെ വേണമെങ്കിൽ കടമെടുക്കാം, KT ജലീലിനെ പോലെയുള്ള ആൾക്കാരെ കടമെടുക്കാം. പിന്നെ ഇവിടെ ഈ പ്രീണന നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അത് ഇവിടെ ഈ പ്രീണനം എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. പക്ഷേ ഞാൻ ഉദ്ധരിക്കുന്നത് MK മുനീറിനെയും സാദിഖ് അലി തങ്ങളെയും കൂർലോസ് പിതാവിനെയുമാണ്, അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ അല്ല ഞാൻ ഈ കാര്യത്തിൽ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂർലോസ് പിതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം തന്നെ വന്നിരുന്നു. അതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ച ഒരു കാര്യം. അദ്ദേഹത്തെ വിവരദോഷിയെന്ന് അഭിസംബോധന ചെയ്യുകയും അതിനുശേഷമാണല്ലോ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അതായിരുന്നല്ലോ തുടക്കം. നിയമസഭയിൽ വന്നിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് 96 ലക്ഷം വോട്ട് 90 ലക്ഷം ആകുകയും LDF-ന് 70 ലക്ഷം 66 ലക്ഷം ആകുകയാണ് ചെയ്തുള്ളൂ എന്ന് പണ്ട് V മുരളീധരൻ പറഞ്ഞ എന്തോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കുറവിൻ്റെ കാര്യം പോലെ എന്തോ ഒരു തിയറിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. കൂർലോസ് പിതാവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഇവിടെ ജാതി മത സമുദായങ്ങളുമായിട്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഹോട്ട്ലൈൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രീണനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബംഗാളിലെ അവസ്ഥ വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം CPM-ൻ്റെ പ്രതിനിധികൾ നമ്മളോട് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ്. ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇവിടെ നരേന്ദ്രമോദിക്കെതിരായ വോട്ടായതുകൊണ്ടാണ് ഇവിടെ LDF-ന് പാർലമെൻറ്റിലേക്ക് സീറ്റ് കിട്ടാത്തത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോൾ കുറേ കിറ്റുകൾ കൊടുത്തു. അപ്പോൾ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ പിണറായി എന്ന് വാഴ്ത്തി. CPM-ൻ്റെ PR പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായിട്ട് നടന്നു. DYFI-ക്കാർ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഭയങ്കര ഭൂരിപക്ഷത്തിൽ 91 സീറ്റ് 99 സീറ്റാക്കി LDF വീണ്ടും തിരിച്ചെത്തി. അതുപോലെ തിരിച്ചെത്തുമെന്നാണ് ഇത്തവണയും പിണറായി വിജയൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, CPM-ൻ്റെ ബേസ് വോട്ട് ഈഴവ വോട്ടുകളിലേക്ക് BJP കടന്നു കയറിയിട്ടുണ്ട്. ഇത്രയും കാലം ഇവിടെ CPM-ഉം പിണറായി വിജയനും ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ BJP വളരുന്നതിനനുസരിച്ച് UDF-ൻ്റെ മുസ്ലിം വോട്ടുകൾ CPM-ലേക്ക് പതുക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ UDF-ൽ നിന്ന് CPM-ലേക്ക് എത്തിക്കുക. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ ഡോഗ് വിസിൽ സമീപനം, അതായത് മധ്യ കേരളത്തിൽ ഒരു സമീപനം, മലബാറിൽ മറ്റൊരു സമീപനം എന്ന് എടുത്ത് ആ രണ്ട് കമ്മ്യൂണിറ്റികളെ പോലും തമ്മിലടുപ്പിച്ച് പോലും രണ്ട് കമ്മ്യൂണിറ്റികളുടെയും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തട്ടുക എന്നുള്ളൊരു സമീപനം കഴിഞ്ഞ തവണ കൃത്യമായി അത് വർക്കൗട്ട് ചെയ്യിച്ചു. പക്ഷേ ഇത്തവണ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇവിടെ ഈഴവ വോട്ടുകൾ CPM-ൻ്റെ കേഡർ വോട്ടുകളിലേക്ക് വരെ BJP കടന്നു കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ ഈ പിണറായി വിജയൻ്റെ ഒരു ജിക്സോ പസിൽ 2026 പൂർത്തിയാകണമായിരുന്നെങ്കിൽ ഇവിടെ ലീഗിനെ പിളർത്താൻ ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ KS ഹംസനെ സ്ഥാനാർത്ഥിയാക്കി എളമരം കരീമിനെ കരീമിക്ക എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ അടുപ്പിച്ച് കോഴിക്കോട് അവതരിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലീഗിൻ്റെ ഒരു വിഭാഗത്തെ, കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തെ പിളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. കുഞ്ഞാലിക്കുട്ടി തന്നെ ഇടതുമുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞ് നടന്ന ഇവരുടെ ഈ കോമാളിത്തരത്തെ നിയമസഭയിൽ തന്നെ കണക്കിന് ആക്ഷേപിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ അതും നടക്കില്ല, ഇവിടെ ലീഗിനെയും കിട്ടില്ല, ഇവിടെ റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അനന്തരാവകാശിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്ന തരത്തിൽ ജനങ്ങൾ ഇവിടെ സംസാരിക്കുന്നു. ഞാൻ അങ്ങനെ കരുതുന്നില്ല, പക്ഷെ ജനങ്ങൾ അങ്ങനെ കരുതുന്നു. ഇതെല്ലാം സാമുദായിക അന്തരീക്ഷം CPIM-ന്റെ എതിരാളികൾ അത്തരമൊരു മോശം കാർഡ് ഇറക്കി കാര്യമായ പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് എന്നതുകൂടി നമ്മൾ കാണാതെ പോകാൻ പാടില്ലല്ലോ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, എന്തുകൊണ്ടാണ് റിയാസിനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അംഗീകരിക്കാത്ത അയാളുടെ മതത്തിൻ്റെ അയാളുടെ ബന്ധത്തിൻ്റെ ഒക്കെ പേരിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ അപ്പുറത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മോശം രാഷ്ട്രീയത്തിൻ്റെ കൂടി ഉദാഹരണം ഉണ്ടെന്നാണ്. റെജി ലൂക്കോസ് കേക്കുവിടെ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്നാമത്തേത്, ഈ പിണറായി വിജയനോട് നമ്മൾ നന്നായിട്ട് തന്നെയാണോ ഭരിക്കുന്നത്, താങ്കൾക്ക് വല്ല പിഴവും പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സത്യത്തിൽ പാർട്ടിക്ക് ആംബിയർ ഉണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. കാരണം അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയെ ഉടച്ചു വാർത്ത് വേറെ ഒരു സംസ്കാരത്തിലേക്ക് പിണറായി വിജയൻ തന്നെ മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണോ മോദി 240 സീറ്റുമായിട്ട് വീഴുമ്പോൾ ശ്രീ മോദി താങ്കൾ ദുർബലനാണെന്ന് ചോദിക്കാൻ BJPക്ക് ആവതില്ലാത്തത്, അതുപോലെ CPM-ഉം താങ്കൾ കാരണമാണോ നമ്മൾ തോറ്റതെന്ന് പഠിക്കണമെന്ന് പറയാൻ CPM-ന് ആവതുണ്ടോ?
സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം ഓക്കെ, സമ്മതിക്കാം, കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടി നമുക്ക് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുൻഗണനാക്രമം നിശ്ചയിച്ചതിൽ പ്രശ്നമുണ്ടോ? നമ്മൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ റാക്ക് റീഫിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ 1.5 കോടിയുടെ വണ്ടിയും എടുത്ത് നാട്ടിൽ മുഴുവനുള്ള ആളുകളുമായിട്ട് നേരിട്ട് സംവദിക്കാൻ ഇറങ്ങിയപ്പോൾ കോടാനുകോടി നമുക്ക് ചിലവായി. മുൻഗണന നമ്മുടെ തെറ്റിപ്പോയോ? ഇതൊക്കെ നിങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യും എന്ന് വിചാരിക്കാമോ? നിഷാദ്, തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ ഇതുവരെയുള്ള ചർച്ചയിൽ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നയങ്ങളുമാണ് ഈ ഇത്തവണ ഇടതുപക്ഷത്തിനകത്ത കനത്ത ജനശിക്ഷ എന്നതാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതുവരെ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കേരളത്തിലെ മിക്കവാറും എല്ലാ ന്യൂസ് ചാനലുകളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീപോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും നടത്തി. അത് പ്രീപോൾ സർവേയാണ് മാറ്റി നിർത്തു. എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത് വോട്ടെടുപ്പിന് ശേഷം നടത്തുന്നതാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ വോട്ടെടുപ്പിന് പൂർത്തിയായതിനു ശേഷം അന്ന് വൈകുന്നേരം മുതൽ പുറത്തുവിട്ട എക്സിറ്റ് പോൾ സർവേകളിൽ കേരളത്തിലെ മലയാള ചാനലുകളിൽ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിൽ മുഴുവൻ ചാനലുകളും, അതായത് CPM ഒരു സീറ്റ് പോലും പ്രഖ്യാപിച്ച ചാനൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ വികാരമാണ്, അല്ലാണ്ട് ഈ ചാനലുകാരുടെ വികാരമല്ല. ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വ്യക്തികൾ പലതും മാറി പറഞ്ഞെങ്കിൽ അദ്ദേഹമായിട്ട് വലിയ അന്തരമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇപ്പോഴും പിണറായി വിജയൻ ജനപ്രിയനാണെന്നുള്ളത് ഇത് ജനങ്ങളുടെ സർവേ ആണല്ലോ. അല്ലെങ്കിൽ ഇഷാദ് പറയണം ആ സർവേക്കകത്തൊന്നും ഒരു പ്രാധാന്യം ഇല്ലെന്ന് പറയണം. കേരളത്തിൽ അധികം എക്സിറ്റ് പോളുകൾ ഉണ്ടായില്ല സിറജി ലൂക്കോസ്. കേരളത്തിലെ എക്സിറ്റ് പോളുകളെല്ലാം എക്സിറ്റ് പോൾ പ്രധാനപ്പെട്ട ചാനലൊന്നും എക്സിറ്റ് പോളൊന്നും ആക്യുറേറ്റ് ആയിരുന്നില്ല എന്ന് കൂടി താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നോക്കൂ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ളതാണ് ടാഗ് ലൈൻ. ആ ടാഗ് ലൈനിൽ പിണറായി വിജയന്റെ പടമായിരുന്നു എങ്കിൽ ആ ടാഗ് ലൈൻ വർക്കാണമായിരുന്നു. പിണറായി വിജയന്റെ മുഖമുള്ള ടാഗ് ലൈൻ വർക്കായില്ലല്ലോ. അല്ല, ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിയോ തെറ്റുകളല്ല. എക്സിറ്റ് പോൾ സർവേയിലൂടെ കേരളത്തിലെ മലയാളം ചാനലുകൾ പുറത്തുവിട്ട ഡേറ്റാസാണ് ഞാനീ പറയുന്നത്. അത് കേൾക്കുന്ന പ്രേക്ഷകർ എന്തായാലും തർക്കിക്കാല്ല. ഇതിനകത്തുള്ളവർക്കും കൃത്യമായി തർക്കിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ചാൽ 2019 തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള ഒരു 2 വർഷക്കാലം ഇതേ വ്യക്തിഗതികളും വേട്ടകളും കേരളത്തിലെ മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തിരുന്നു. ഒക്കെ സത്യ. അതുകൊണ്ട് ഞാൻ ഈ തോൽവിയെ ഒരിക്കലും ഒരു നിസ്സാരമായിട്ട് കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ തന്നെ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ചില രീതിയിൽ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്തിനാ വസ്തുതകൾ മാറ്റി നിർത്തിക്കൊണ്ട് ന്യായീകരിക്കുന്നതിന് അർത്ഥമില്ല. ഇപ്പം പെൻഷൻ വിതരണം ഈ ഗവൺമെൻറ്റാണ് 1600 രൂപ 600 രൂപ UDF നിന്നും 1600 രൂപ വർദ്ധിപ്പിച്ചത്. 5 മാസം മുടങ്ങിയപ്പോൾ ജനങ്ങൾ അത് ശിക്ഷിച്ചു. അത് എന്തുകൊണ്ട് മുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് ആരും പറയുന്നില്ല. ആ സാമ്പത്തിക ഇല്ലായ്മ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അതൊരു ആഘാതം ഉണ്ടാക്കി സമ്മതിക്കുന്നു. ആ ആഘാതം ഇരട്ടിയാക്കുന്നതിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ എന്താ പറയുന്നത് തെറ്റായ പ്ലാനിംഗ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനമില്ല, ആളുകൾക്ക് ഏറ്റവും താഴേക്കിടയുള്ള മനുഷ്യർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അപ്പം നമുക്ക് കോടികൾ ചെലവാക്കി ഒരു യാത്ര നടത്തി ആളുകളെ സന്തോഷിപ്പിച്ച് കളയാം എന്ന തീരുമാനമെടുക്കുന്നതിൽ തെറ്റില്ല. അതാണ് മുൻഗണനയെക്കുറിച്ച് ഗോവിന്ദ മാഷ് പറയുന്നത്. അപ്പോൾ ആ മുൻഗണന തീരുമാനിക്കുന്നതിൽ, നയം രൂപീകരിക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ തെറ്റിയെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി പിണറായി വിജയനാണ്, അദ്ദേഹം നയിച്ച യാത്രയാണ് എന്നൊക്കെ കമ്മിറ്റിയിൽ ആരെങ്കിലും പറയുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഏറാൻ മൂളികൾ ഏസ് മൂളികളുമാണ് അവിടെ ഇരിക്കുന്ന സംസ്ഥാന സമിതി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് സമിതി അംഗങ്ങളും എന്നുള്ളതാണല്ലോ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള മാധ്യമങ്ങളുടെ ചർച്ച. അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്. അതായത് ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാനുള്ള വേദികളോ അല്ലെങ്കിൽ ചർച്ച ചെയ്താൽ തന്നെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന സംഭവവാസങ്ങളുള്ള ഒരു പാർട്ടിയല്ല CPM. CPM-നെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പിയേഴ്സിനൊക്കെ വളരെ വ്യക്തമായിട്ടില്ല. അതായത് ഇപ്പോഴാണല്ലോ ഒരു വിമതനായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ അറിയാം ഈ പാർട്ടിക്ക് ഒരു സ്ട്രക്ചറുണ്ട്. അത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അത് ചർച്ച ചെയ്യപ്പെടും. ഏത് വിവരങ്ങളും കൃത്യമായി ഇതിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. കാരണം ഞാനൊരു പാർട്ടി മെമ്പറാണ്, എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഇത്തരം വ്യാഖ്യാനങ്ങളും ഇത്തരം ചെറുതായി ചിത്രീകരിക്കുന്ന ഈ പാർട്ടി എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്, തിരുത്തേണ്ടത് തിരുത്തണം. അതിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളുടെ ശിക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2019 ഇതിലെ ശിക്ഷിച്ചെങ്കിലും ഇത്തവണ ജനങ്ങൾ ആ ജനവിധി ഒരു ശിക്ഷാർഹമായ രീതിയിൽ തന്നെ ഏറ്റുവാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഗോവിന്ദ മാഷ് സമ്മതിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ തന്നെ വെരി ഫസ്റ്റ് ഡേ റിസൾട്ട് വന്നതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം അത് പ്രതികരിച്ചു കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും CPM-നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുന്നവരുടെ ആ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ സംശയം. ഇപ്പം തന്നെ നിഷാദിനറിയാം, കഴിഞ്ഞ ഏതാണ്ട് 10-12 ദിവസമായിട്ട് കേരളത്തിൻ്റെ മാനസികാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ
സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ചെറിയ സംഘം നടത്തുന്ന ആക്രമണങ്ങൾ കേരളത്തിലെ ഉത്തരേന്ത്യൻ രീതിയിൽ കേരളം മാറ്റിയെടുത്തു എന്നുള്ള ചിത്രീകരണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നോട് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഫോണിൽ സംസാരിച്ച് പറഞ്ഞെന്താ വെച്ചാൽ അങ്ങനെയൊന്നും കേരളത്തിനെ മാറ്റാൻ പറ്റുന്നത് സംസ്ഥാനമല്ല, അതേ ഒരു ഇടതുപക്ഷവാദിയല്ല, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാന്യത കൊണ്ട്. അതേ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും കേരളത്തിനെ മാറ്റാൻ പറ്റത്തില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പ്ലാൻഡ് ആണ്, അത് ചിലരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം ഒലിച്ചുപോയി തീർന്ന് ഇവിടെ BJP-യെ പോലെ RSS-നെ പോലെയൊക്കെ മേൽക്കൈ ഉണ്ടായി കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ആരൊക്കെ എവിടെയൊക്കെ ശ്രമിക്കുന്നത് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആരോപണങ്ങളെ തള്ളിക്കളയാം, പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അലാമിംഗ് സിറ്റുവേഷനെ കണക്കുകളുടെ വസ്തുതകളുടെ പിൻബലത്തിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരെ നിസ്സാരവൽക്കരിക്കരുത്. രാഷ്ട്രീയം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന സംഗതിയല്ല, നാട്ടുകാർക്ക് മനസ്സിലാവും എന്നതുകൂടി ശ്രീ റെജി ലൂക്കോസ്, അത് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്മരണയിൽ വെക്കണം. ഞാനൊന്ന് വരാമേ. അല്ല, ശ്രീ ഷിബു മീരാൻ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് കേരളം പോലെ ഒരു നാട്ടിൽ ഇത്ര വലിയ പരാജയം ഉണ്ടായത് എന്നവർ അന്വേഷിക്കുന്നു. അതിന് ഭരണതലത്തിലുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ. അതിനപ്പുറം അവർ പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് എന്നൊക്കെ വിചാരിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ടുകൾ പതിയെ ചോർന്നു പോകുന്നത്, അത് സംഘപരിവാരം കാർന്നു തിന്നുന്നത് എന്നതാണ്. എന്ന് വെച്ചാൽ BJP ശക്തിപ്പെടുന്നതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്ന പോലെ ഒരു BJP MP ആദ്യമായി ജയിച്ച തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ CPM-ന് ആ നിലയ്ക്കുണ്ടാവുന്ന ലോസ് BJP-യെ ശക്തിപ്പെടുത്തുന്നതാണ്. എന്ന് വെച്ചാൽ അത് അലാമിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് CPM-ന് മാത്രമല്ല നിങ്ങൾക്ക് കൂടിയാണ്. അതുകൊണ്ട് ഈ പരാജയത്തെ രാഷ്ട്രീയമായി ശരിയാവണ്ണം മനസ്സിലാക്കുക, തിരുത്തൽ നടപടി എടുക്കുക എന്നത് നിങ്ങൾക്ക് കൂടി എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. ഈ CPM ഇപ്പോൾ ചെയ്യുന്ന ഈ എക്സസൈസ് നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കാണേണ്ടതാണ്? തീർച്ചയായും നിഷാദ്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ സ്വാഭാവികമായും CPM-ന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ അർത്ഥത്തിൽ കിട്ടാവുന്ന എല്ലാ വടികളും എടുത്ത് CPM-നെ അടിക്കുക എന്ന മൂടോടെയല്ല ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഒരു പാർട്ടി എന്ന നിലക്ക് കേരളത്തിന്റെ ഒരു സെക്യുലർ ഫാബ്രിക്സ് നിലനിർത്താൻ CPM നിലനിൽക്കേണ്ടത് അതിന്റെ ഒരു മുന്നുപാധിയാണ്, അനിവാര്യതയാണ്. ആ അർത്ഥത്തിൽ ഒരു പരിശോധനയിലേക്ക് CPM പോകുന്നുവെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. ആ പരിശോധന ഞങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ഞങ്ങളും നടത്തണം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം. ഇപ്പോ CPM-ന്റെ സംഘടനാ വൊക്കാബുലറിക്കകത്ത്, അവരുടെ ഒരു പാർട്ടി സംഘടനയ്ക്കകത്ത്, എക്സർസൈസിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള രണ്ട് വാക്കുകളായിരുന്നു. ഒന്ന് വിമർശനം, മറ്റൊന്ന് സ്വയം വിമർശനം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ, പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഇടയ്ക്ക് പാർട്ടിയുടെ പ്ലീനം പോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയൊക്കെ നടക്കുന്ന സമയത്ത് CPM ആ പ്രോസസ് നടത്തിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവരത് നടത്തിയിട്ടുണ്ട്, വിമർശനവും സ്വയം വിമർശനവും. എന്നാൽ ഇപ്പോ പാർട്ടിക്ക് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്ഥാനം തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകണം എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. തോമസ് ഐസക് മറ്റൊരർത്ഥത്തിൽ അത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. ഘടകകക്ഷിയായ CPI-യുടെ നേതാക്കന്മാർ അത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമീപനം എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ ഒന്ന് രണ്ട് സൂചനകൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്നിപ്പോ കൂർലോസ് തിരുമേനി, അദ്ദേഹത്തെ നമുക്കറിയാം, ഏതെങ്കിലും നിലക്ക് CPM-നോടോ ഇടതുപക്ഷത്തോടോ ശത്രുതാപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളേ അല്ല അദ്ദേഹം. മറിച്ച് നിർണായകമായ പല സന്ദർഭങ്ങളിലും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോട്, ഇടതുപക്ഷത്തോട് വളരെ പ്രോ ആയ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരാൾ. നേരത്തെ ഇടതുപക്ഷത്തെ അകാരണമായി വിമർശിച്ച ഒരു പാരമ്പര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ്? ചില സംഗതികളിൽ തിരുത്തൽ വരേണ്ടതുണ്ട്. ഒരു പ്രളയത്തെ മാനേജ് ചെയ്തതിന്റെയോ ഒരു മഹാമാരിയെ മാനേജ് ചെയ്തതിന്റെയോ ഒരു ആനുകൂല്യം ഇനി കിട്ടാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ, അത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ ആ നിലപാടുകളുടെ ഒരു ചരിത്രത്തെ തെല്ലും പരിഗണിക്കാതെ വിവരദോഷി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ അഡ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് മെസ്സേജ് കൃത്യമാണ്. നിങ്ങളുടെ കൂടെ പതിറ്റാണ്ടുകളായി നിലയുറപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ, അയാൾ ആദ്യമായി നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ആ ആദ്യത്തെ വിമർശനം പോലും നിങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് അസഹിഷ്ണുതയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്കെതിരെ ആദ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നു, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ആ സൂക്കേടിന്റെ പേരെന്താണ്? ആ രോഗത്തിനെയാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഫാസിസ്റ്റ് മനോഭാവം എന്ന പേരിട്ട് വിളിക്കുന്നത്. അതേ സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള നിയമസഭയ്ക്കകത്ത് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം
CPM-നെ കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഈ കാലഘട്ടം CPM എന്ന പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് തിരുവാതിരപ്പാട്ട് പാടി സ്ത്രീകൾ നൃത്തം ചെയ്യുമ്പോൾ ബാഹുബലി സിനിമയിലെ രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരുന്ന് അത് തലയാട്ടി കാണുന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പോയത് ഇന്നല്ല, 4-5 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് തിരുത്താത്തതിന്റെ ഗതികേടാണ് ഇപ്പൊ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന നേതാവിനെ തിരുത്താനുള്ള ആഭ്യന്തര ആരോഗ്യം, ഉൾക്കരുത്ത് CPM എന്ന പാർട്ടി സംഘടനയ്ക്കകത്ത് അവശേഷിക്കുന്നുണ്ട് എന്ന് ഞാൻ ഷിബു, ഞാൻ ചോദിക്കുന്നത് CPM-ന് ഉണ്ടാകുന്ന ഈ ലോസ് ഉണ്ടല്ലോ, ഈ പാറ്റേൺ മാറ്റം, ഈ വോട്ടിലെ പാറ്റേൺ മാറ്റം തിരിച്ചുവരവ് സാധ്യമല്ല. അല്ല ഷിബു, ഞാൻ ശരി, CPM-ന്റെ സമീപനത്തെക്കുറിച്ചും നേതൃതലത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. CPM തോൽക്കുന്നതിന് വോട്ടിങ്ങിലെ ഒരു പാറ്റേൺ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം പോലുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അത് എന്തുമാത്രം അലാമിംഗ് ആണ് നിങ്ങൾക്ക് കൂടി എന്നാണ് എൻ്റെ ചോദ്യം. വളരെ തീർച്ചയായും നിഷാദിന്റെ ആ ചോദ്യത്തെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പിൽ ഒരു 4-5% വോട്ട് കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. BJPക്ക് വോട്ട് ചെയ്യുന്നതിനും BJPയുടെ കൂടെ നിൽക്കുന്നതിനും ഒക്കെ ജനങ്ങൾക്ക് ഒരു വലിയ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നത് മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട് നിഷാദ്, ഞാനത് അംഗീകരിക്കുന്നു. അതിനോട് ഞാൻ പറയുന്നു, കേരളത്തിലെ ഞങ്ങളും LDF-ഉം അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കേരളത്തിന്റെ വളരെ ആരോഗ്യകരമായ ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തിലേക്ക് ഈ മെല്ലെയാണെങ്കിലും ഈ വിഷക്കാറ്റ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന പരിശോധന നടക്കണം. പക്ഷെ ആ പരിശോധന സത്യസന്ധമാകണം. ഇപ്പൊ തൃശ്ശൂരിൽ BJPയുടെ വിജയം ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിന്റെ വോട്ട് പോയി എന്ന നിലയ്ക്ക് ഒരു വിമർശനം CPM-ന്റെ ഭാഗത്ത് നമ്മൾ കേട്ടതാണ്. പക്ഷെ ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചു, കായംകുളത്ത് എന്ത് സംഭവിച്ചു എന്ന പരിശോധന CPM നടത്തണം. ഇത് UDF-ന്റെയും LDF-ന്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ഭരണത്തോടുണ്ടായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഒരു ഘടകമാണ്. CPM-ന്റെ ആഭ്യന്തര സംവിധാനത്തിനകത്ത് ആളുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വിധത്തിൽ കേരളത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ആൾദൈവമായി പിണറായി വിജയൻ മാറുന്നത്. പിണറായി വിജയനോട് ചോദിക്കാൻ ആ പാർട്ടിക്ക് ആവതുണ്ടോ എന്ന ചോദ്യം അവിടെ കിടക്കാണ്. ശരി, അല്ല NM പിയാസൻ ഇപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇൻ ടോട്ടൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേത് ഇലക്ഷൻ കാലത്ത് മാത്രമായി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, നമുക്ക് ഏത് വഴിക്ക് നീങ്ങി വോട്ട് സമാഹരിക്കാം, അതിവിടെ പാളിപ്പോയി എന്ന അഭിപ്രായം ആനന്ദ് പറയുകയാണ്. താങ്കൾ അതിനോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കുന്നുണ്ടോ? ഇവിടെ ഏത് തരത്തിലുള്ള കൺസോൾട്ടേഷനും ഉണ്ടാവണമെന്നാണ് CPM കരുതിയത്. അതിന് ഏതൊക്കെ വിഷയങ്ങൾ പിക്ക് ചെയ്യണമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. അത് സത്യത്തിൽ ഒന്ന് വിരുദ്ധ ഫലം ഉണ്ടാക്കും വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് വിമർശിക്കുന്ന കുറേ ആളുകൾ പുറത്തും അകത്തും CPM-നകത്തുണ്ട്. അതൊരു മേജർ ഫാക്ടറാണോ പിയേഴ്സൺ? അല്ല, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ ഐഡന്റിറ്റി എന്താണ്, ആ ഐഡന്റിറ്റി അത് നഷ്ടപ്പെടുത്തിയോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ മതേതര സ്വഭാവം എന്ന് പറയുന്നത് സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് നിലനിർത്താൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ കരീമിക്ക എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് വെക്കാൻ ആ പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല. കാരണം അത് CPM-ന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറ്റത് നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ പ്രാദേശികമായിട്ടൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് ഹിന്ദുവിന് ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുവിനെ, അല്ലെങ്കിൽ ധീവരന് ഭൂരിപക്ഷമുള്ളിടത്ത് ധീവരനെ, മുസ്ലിമിന് ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിമിനെ, ക്രിസ്ത്യാനിക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് ക്രിസ്ത്യാനി, ഇത്തരത്തിലുള്ള ചില ചൊടുക്ക് വിദ്യകളൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും അത് വിമർശിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇന്നത്തേതുപോലെ ഇപ്പൊ സംഭവിച്ചതുപോലെ അത് വ്യാപകമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു ആത്മാവിൽ കുടിയിരിക്കുന്ന സംവിധാനമായി മാറിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അത് അങ്ങനെ വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അതിന്റെ രാഷ്ട്രീയ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഈ കരീം ഖാൻ എന്നുള്ള പോസ്റ്റർ അടിച്ച കാര്യത്തിലുള്ള താങ്കളുടെ പോയിന്റ് ഓക്കെ. ഇപ്പം പ്രധാനമായും വിമർശിക്കപ്പെടുന്ന ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫലസ്തീൻ വിഷയമാവട്ടെ അല്ലെങ്കിൽ ഈ പൗരത്വ വിഷയത്തെ ഒക്കെ കവിഞ്ഞുപയോഗിച്ചു, അധികമായി ഉപയോഗിച്ചു, അത് വേണ്ടിയിരുന്നില്ല, അത് അപ്പുറത്ത് വേറൊരു വികാരവും കൺസോൾട്ടേഷനും ഉണ്ടാക്കിയതാണ്. CPM-ന്റെ അതിനുള്ള വിശദീകരണം, ഫലസ്തീൻ വിഷയത്തിൽ CPM-ന് കാലാകാലമായ നിലപാടുണ്ട്, പൗരത്വ വിഷയത്തിൽ നിലപാടുണ്ട്, അത് പറയുക എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അതെങ്ങനെ ഒരു പ്രീണനമാകുന്നു എന്നാണ്. അതിന് താങ്കളുടെ പോയിന്റ് എന്താണ്? അല്ല, അത് തീർച്ചയായിട്ടും ആ നിലപാടിൽ നിന്ന് പാർട്ടി മാറേണ്ട കാര്യമില്ല. പക്ഷെ ആ നിലപാട് ഉപയോഗിക്കപ്പെട്ടത് കോൺഗ്രസിനെതിരായിട്ട്, അതേപോലെ തന്നെ മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിക് മൂവായി മാറുമ്പോഴാണ് അത് അപകടം പിടിക്കാവുന്നത്.
പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് എന്ന് ആരും കരുതുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ എന്തിനാണ് അത് ഉപയോഗിച്ചത് എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് CPM-ന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ആ രണ്ട് പാർട്ടിക്കും ഒരു നിലപാട് എടുക്കാൻ ആ കാര്യത്തിലുള്ളൂ. അത് വെച്ച് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കാനായിട്ട് CPM ശ്രമിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. CPM-ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് കേരളത്തിൽ എത്രയോ വിഷയങ്ങളുണ്ട്, ഇന്ത്യയിൽ എത്രയോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കാണ് തിരിച്ചു വരേണ്ടത്. അതിന് പകരമായിട്ട് പാലസ്തീൻ വിഷയത്തിലോ അതുപോലെ CAA വിഷയത്തിലോ ഒക്കെ അവരെടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകളെ കൂട്ടിക്കുഴച്ചതാണ് അതിൽ പറ്റിയ ഏറ്റവും വലിയ അപകടമെന്ന് വെച്ചാൽ അതിന്റെ കണ്ണിതാണ്. ഞങ്ങളാണ് മുസ്ലിം സംരക്ഷകർ എന്ന് പറയുന്നതായിട്ടുള്ള സെൻസ് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. അവിടെയാണ് അവരുടെ മതേതരത്വ സ്വഭാവം നഷ്ടപ്പെട്ടത്. അവിടെയാണ് അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയം തകർന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്, രാഷ്ട്രീയ വിഷൻ എന്താണ്, ആ സമ്പൂർണ്ണമായിട്ട് കൈവിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഭാഗം മാത്രമാണ്. ആ തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് പാർട്ടി അല്ല ഷിബു, ഇത് കേൾക്കൂ ഷിബു, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇത്ര വലിയൊരു പതനത്തിലേക്ക് CPM-നെ കൊണ്ടുപോയത്, CPM-ന്റെ ഫിക്സഡ് വോട്ട് ബാങ്കിൽ നിന്ന് ചോർച്ച ഉണ്ടായതിനൊക്കെ കാരണം CPM എടുത്ത മുസ്ലിം വിഷയങ്ങളിൽ സ്വീകരിച്ച ചില സമീപനങ്ങളിൽ അതിന് കിട്ടിയ അധിക ദൃശ്യതയാണ് CPM-നെ കുഴപ്പിച്ചതെന്നാണ്. ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ നിരീക്ഷണം ഇപ്പോൾ NMPS-നെ പോലെയുള്ള നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു. CPIM-നകത്ത് തന്നെയുള്ള നേതാക്കളുടെ സ്വഭാവത്തിലുള്ളവർ, അണികൾ, സിമ്പതൈസേഴ്സ്, ഇവരൊക്കെ ഈ അഭിപ്രായം പറയുന്നവരാണ്. എന്ന് വെച്ചാൽ ഇത് CPM-നെ കാര്യമായി ചിന്തിപ്പിക്കുന്നുണ്ടാവാം. അതായത് മുസ്ലിം വിഷയങ്ങളിലുള്ള പരിധി കവിഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കുഴപ്പമാകും എന്നത് വേറെ അർത്ഥത്തിൽ ഇനി വിരുദ്ധ ഫലം കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണോ ഷിബു? അങ്ങനെ കാണണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നിഷാദ്, ഇതിപ്പോ ഫലസ്തീൻ ആവട്ടെ, CAA ആവട്ടെ, യൂണിഫോം സിവിൽ കോഡ് ആവട്ടെ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങൾ തന്നെയാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, ഇന്ത്യയിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട, ഐക്യദാർഢ്യപ്പെടേണ്ട വിഷയങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷെ CPM ഇതിന് കേരളത്തിൽ കൊടുത്ത ഒരു നിറമുണ്ട്. അന്ന് ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങളത് പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിനെ നിങ്ങളൊരു മുസ്ലിം വിഷയമാക്കി മാറ്റരുത്, നിങ്ങൾ പൗരത്വ വിഷയത്തെ ഒരു മുസ്ലിം വിഷയമാക്കി മാറ്റരുത്, ഫലസ്തീനിനെ ഒരു മുസ്ലിം വിഷയമാക്കി മാറ്റരുത്. നിങ്ങളുടെ ദയാവായ്പിനും സംരക്ഷണത്തിനും വേണ്ടി മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സമുദായം എന്ന നിലയ്ക്ക് നിങ്ങൾ നോക്കിക്കാണരുത് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ CPM ഇവിടെ ഒരു രണ്ട് നിലക്കുള്ള തന്ത്രം സ്വീകരിച്ചു. CPM ഇതിനോടൊക്കെ ആത്മാർത്ഥമായ സമീപനം ഉണ്ടായെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ UCC സെമിനാർ കോഴിക്കോടാണ് നടക്കുക, പൗരത്വ വിഷയത്തിലെ സമരങ്ങളൊക്കെ കോഴിക്കോടാണ് നടക്കുക, ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി കോഴിക്കോടാണ് നടത്തുക. അതൊക്കെ ആ ബാലൻസ് ഒക്കെ തന്ത്രപൂർവ്വം CPM പാലിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടക്കച്ചവടമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇനിയും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി, അതുകൊണ്ട് ഇനി ഇതൊന്നും അഡ്രസ് ചെയ്യേണ്ട എന്ന് CPM-ഉം തീരുമാനിക്കരുത്, കോൺഗ്രസും തീരുമാനിക്കരുത്, ഞങ്ങളും തീരുമാനിക്കരുത്. പക്ഷേ ഇത് മുസ്ലിം വിഷയങ്ങളായി പരിമിതപ്പെടുത്തി മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്കാക്കി ബംഗാളിലേതുപോലെ കൂടെ നിർത്താൻ ശ്രമിച്ചാൽ CPM-ന് നിരാശപ്പെടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അതിലുണ്ട്. ആ വിഷയങ്ങളെ CPM കൈകാര്യം ചെയ്തത് ആ നിലക്കായിരുന്നു. ചർച്ചയിലേക്ക് വീണ്ടും രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച തന്ത്രം തിരിച്ചടിയായതിൻ്റെ അല്ലെങ്കിൽ വിരുദ്ധ ഫലം ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒന്ന്. രണ്ടാമത്തേത്, CPM-ന് വോട്ട് ചോർച്ച ഉണ്ടാവുന്നു, ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചോർച്ച ഉണ്ടാവുന്നു. CPM-നെതിരായിട്ടുള്ള വർഗീയമായ ചിന്തയാൽ CPM-നെ ആളുകൾ അകറ്റി നിർത്തുന്നു. ഒരർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിനകത്ത് വലിയ തോതിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ, വെറുപ്പ് വിതയ്ക്കാൻ, CPM-നെതിരായിട്ട് പോലും CPM ഒരു പ്രോ മുസ്ലിം വർഗീയവാദത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്, റിയാസ് അതിൻ്റെ ആളാണ്, റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുകയാണ്. ഈ നിലയ്ക്കുള്ള മലീമസമായ വെറുപ്പ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ കാര്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരെ എന്തുമാത്രം പരാതികൾ ഇവിടെ ഉയർന്നു വരുന്നു. സത്യത്തിൽ ഇത് ഏതോ ചില വ്യക്തികൾക്കെതിരെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്നൊക്കെ കണ്ട് CPM അവഗണിച്ചോ, അടിസ്ഥാനപരമായി CPM-ന്റെ വോട്ട് ബേസിനെ തന്നെ തകർക്കുന്ന ആസൂത്രിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ആഭ്യന്തര വകുപ്പ് കൂടി ഈ അടിയിളക്കത്തിൻ്റെ ഉത്തരവാദിയാണെന്ന് CPM കാണുമോ റെജി? വളരെ നല്ലൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം
മുഹമ്മദ് റിയാസിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണെന്നും പിന്നെ ന്യൂനപക്ഷ അമിത പ്രീണനമാണെന്നും നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ഷിബു മീരാൻ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക മുസ്ലിം പാലസ്തീൻ ഐക്യദാർഢ്യം അതിര് കടന്നുവെന്നും CAക്കെതിരെയുള്ള പ്രകടനങ്ങൾ അതൊക്കെ അതിര് കടന്നുള്ള ദുഷ്പ്രചരണങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ അത്ഭുതത്തോടെ കേൾക്കുന്നത് ഇവിടെ വ്യാപകമായിട്ടുണ്ട്. കുറേ ജനങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. അതൊന്നും കാര്യമായിട്ട് ജനങ്ങളിൽ ബാധിച്ചില്ലാത്ത സംസാരിക്കുന്ന ഒരു കണക്ക് പറയാം. കോട്ടയം ലോക്സഭാ മണ്ഡലം, എൻ്റെ വോട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം പിന്നെ ഇവിടുന്ന് പിടിച്ച വോട്ടെത്രയെന്നറിയോ? കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടിനേക്കാൾ കേവലം 9600 വോട്ട് മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ പിടിക്കാൻ പറ്റുള്ളൂ. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് ഈഴവ സമൂഹം എന്ന് പറയുന്നത് പിന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 4,30,000 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ പ്രബുദ്ധമായിട്ടുള്ള ഈഴവ സമുദായം നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ CPM ഇതിനെ തിരിഞ്ഞോ? തെറ്റായ ഒരു നരേഷനാണ്, വ്യാജ വാർത്തകളാണ്. അതായത് BDJS എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഞാനൊരു കണക്കാണ്. ആറ്റിങ്ങലും ആലപ്പുഴയും ആലത്തൂരും പോലെയുള്ള സ്ഥലങ്ങൾ കൂടി നോക്കിയിട്ട് വേണം ഇത് പറയാൻ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്ധമായിട്ട് വ്യാപകമായിട്ട് ഈഴവ വോട്ടുകൾ ഈ പാർട്ടിക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളും തിരിഞ്ഞു, ഭൂരിപക്ഷവും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ 1% വോട്ട് മാത്രം കുറഞ്ഞത് എങ്ങനെയാ? ആ കണക്ക് എങ്ങനെയാ? ഞാൻ വളരെ ന്യായമായ ചോദ്യം ചോദിച്ചുള്ളൂ. പരാജയത്തെ മൂടി വെക്കാനുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യണ്ടേ? തെറ്റ് പറ്റിയിട്ടുണ്ട്, തിരുത്തണം, അതിൽ യാതൊരു തർക്കവുമില്ല, അതിലൊരു സംശയവുമില്ല. അത് ഏറ്റുപറയാൻ തയ്യാറായിട്ടുണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം. 2019 ശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷയെ ഉള്ളിവിടെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ സമയം തരണം. അത് ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ദേശീയ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണ്? മുംബൈ വെസ്റ്റ് മുംബൈ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ 48 വോട്ടിനാണ് നമ്മുടെ ഉദ്ധവ് താക്കറയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയത്. അതിൽ തങ്ങൾക്ക് പെശക് പറ്റിയിട്ടുണ്ട് വോട്ടെണ്ണലിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക സ്വയം തെറ്റുകൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രസ്ഥാനം പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെല്ലാം അട്ടിമറികൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പോലും ശ്രമം ഉണ്ടായെന്നുള്ള ആരെങ്കിലും സംശയിച്ച് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് അവർ തടഞ്ഞു വെക്കാത്തത്? ആ സ്ഥാനാർത്ഥിയെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ഇത്തരം കാര്യങ്ങളല്ലേ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കേണ്ടത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അവധാനത കുറവോ മറ്റോ ഇവിടുത്തെ തോൽവിക്കും കാരണമായിട്ടുണ്ടാവും എന്നാണോ, അതോ CPMന്റെ പരാജയമൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണോ, അത് ചെറിയ വിഷയമല്ലേ എന്നാണോ? അല്ലല്ല, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. രാജ്യത്ത് ജനാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടി നടന്ന ഈ വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും ജനങ്ങൾ പ്രതികരിച്ച പോലെ പ്രതികരിച്ചുവെങ്കിലും അത് ഫുൾഫിൽ ആയിട്ടില്ല എന്നുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് CAA കുറിച്ച് കാര്യം പറയാനുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ അസംബ്ലിയാണ് അത് യുനാനിമസ് ആയിട്ട് ആദ്യം അതിനെതിരെ പ്രമേയം പാസ്സാക്കിയത്. രണ്ടാമത് കേരള നിയമസഭ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ നിയമസഭ അത് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ നിഷാദ് മനസ്സിലാക്കണം, അത് ഇടതുപക്ഷം മാത്രമല്ല അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ ക്യാമ്പസുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത്രയധികം ഇളകി പറഞ്ഞ് ഒരു നിയമത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് സ്റ്റുഡൻസ് വെളിയിലിറങ്ങിയത് ഈ CAA-ക്കെതിരെയാ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അമിത മുസ്ലിം പ്രീണനമാണെന്നും ഇത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാനായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷം നടത്തിയെന്നും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? അപ്പൊ ഇന്ത്യയിലെ യുവതലമുറയായ വിദ്യാർത്ഥി സമൂഹം കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും JNU പോലെയുള്ള ഗോരഖ്പൂർ ITI പോലെയുള്ള സ്ഥലങ്ങളിൽ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് അതൊരു പക്ഷത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. പാലസ്തീൻ വിഷയവും കേരളത്തിൽ മാത്രമല്ല, പാലസ്തീൻ വിഷയം ഇന്ന് അന്തർദേശീയ തലത്തിൽ യൂറോപ്പിലെയും US-ലെയും ആ യൂണിവേഴ്സിറ്റികളിൽ സഹിതമുള്ളിടത്ത് നിത്യേന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ന്യൂനപക്ഷ പ്രീണനം ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എതിര് നിൽക്കുന്നവരാണോ? എന്നോട് അത് പറയരുത്. എനിക്ക് ആ പൊസിഷൻ ഇല്ല കേട്ടോ, എനിക്ക് ആ പൊസിഷൻ ഇല്ല. ശ്രീ ലൂക്കോസ് ലെഫ്റ്റ് ആണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഒറ്റത്തിൽ സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും മനസ്സിലായി, തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ വിഷയങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ
നിഷാദിനോടല്ല പറഞ്ഞത്. ലെഫ്റ്റിന് കഴിയുന്നതാണ് എന്റെ പോയിന്റ്. അതാണ്, അത് പോട്ടെ, അതിപ്പോ എങ്ങനെ വർക്കായി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. ശരി, അല്ല, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇതിനകത്തൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നമ്മൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത്, നമ്മുടെ വോട്ട് എങ്ങനെയാണ് ചോരുന്നത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടെത്തുമായിരിക്കും, അതിനുള്ള പ്രതിവിധി ആലോചിക്കുമായിരിക്കും. ഞാൻ ചോദിക്കുന്ന വേറൊരു ആസ്പെക്റ്റ് ആണ്. അതേസമയം ഈ കിട്ടിയ ചാൻസിനെ ഒരു ഗോൾഡൻ ചാൻസായി കാണുകയും നമുക്കിത് വാതായനങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതി BJP RSS ഒരു പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപി നോക്കൂ, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നൊന്ന് ഡിസ്കണക്ട് ആയിട്ട് അദ്ദേഹം വേറൊരു വഴിയിലൂടെ പടർന്നു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഹേറ്റ് ക്യാമ്പയിൻ ഭയങ്കരമായി നടക്കുന്നു, ഒരു കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭയങ്കരമായി ക്യാമ്പയിൻ നടക്കുന്നു. സോ അപ്പുറത്ത് CPM വൈകിയ വേളയിൽ നടത്തുന്ന ഈ പരിശോധനകളും ഇപ്പുറത്ത് വർദ്ധിതാവേശത്തോടെ സംഘം നടത്തുന്ന നീക്കങ്ങളും അതിൻ്റെ ഒരു രണ്ടിനെയും സാധ്യത എന്തുമാത്രമായിട്ടാണ് ശ്രീ ആനന്ദ് കാണുന്നത്? നിഷാദ്, ഞാൻ മീഡിയ വണ്ണിൽ ഇരിക്കുമ്പോഴും മനോരമയിൽ ഇരിക്കുമ്പോഴും മറ്റേതെങ്കിലും ചാനലിൽ ഇരിക്കുമ്പോഴും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അല്ലാതെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം പറയുക, മറ്റുള്ള ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മറ്റുള്ള കാര്യം പറയുക, അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എവിടെ പറയുന്നതും സെയിം ആയിരിക്കും, നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കോട്ടയത്തെ കാര്യം പറഞ്ഞു. 2019 കോട്ടയത്ത് BJP NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് PC തോമസ് എന്ന് പറയുന്ന PT ചാക്കോയുടെ മകൻ, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിന് കാരണമായ നേതാവിൻ്റെ മകനാണ് അവിടെ മത്സരിച്ചത് എന്നുള്ള കാര്യം CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുന്നില്ല. അത് ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കുറേ കള്ളക്കണക്കുകൾ പല CPM-ന്റെ പ്രതിനിധികളും പറഞ്ഞതിൽ അവർ വിട്ടുപോയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർ ബോധപൂർവം പൂഴ്ത്തി വെച്ച ഒരു കാര്യമാണ്. അവർ പറയും 2019 പുതുപ്പള്ളിയിൽ ഇത്ര വോട്ട് കിട്ടി, 2021 ഇത്ര വോട്ട് കിട്ടി, ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര വോട്ട് കിട്ടും എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കള്ളക്കണക്കിൽ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു വന്നേ ഉള്ളൂ. അവിടെ ഇഴവ വോട്ടുകൾ പോയില്ല എന്ന് പറയുന്നു. എന്നാലോ തൊട്ടടുത്ത് കിടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ അവിടെ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ 11% ശോഭാ സുരേന്ദ്രന് കിട്ടി. പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ അവിടെ പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ അവിടുത്തെ ലേഖകൻ, അവിടുത്തെ കറസ്പോണ്ടന്റിനോട് ചോദിച്ചാൽ അവിടെ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്രയും വോട്ട് കിട്ടിയത്, അവിടെ നിങ്ങളുടെ വളരെ സീനിയറായിട്ടുള്ള ഷൈജു ഉണ്ടല്ലോ, ഷൈജുവിനോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് അവിടെ BJP വോട്ട് പിടിച്ചത്, ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി തന്നെ വോട്ട് പിടിച്ചത്. നിഷാദിൻ്റെ ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മീഡിയ വണ്ണിൻ്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ സ്ഥിരം സുരേഷ് ഗോപി അപഹസിച്ച് സംസാരിച്ചിട്ട് സുരേഷ് ഗോപി അവസാനം ജയിക്കുകയല്ലേ ചെയ്തത്. സുരേഷ് ഗോപിയുടെ മെത്തേഡ് ഇൻ ദി മാഡ്നസ്, അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോമാളിത്തരമായിട്ട് ഇവിടെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇന്ന് ഇക്കണോമിക് ടൈംസിൽ അവിടുത്തെ കാർട്ടൂണിസ്റ്റ് പ്രസാദും അവിടെ ആരാണ് CL മനോജാണോ എനിക്കറിയില്ല, അവരെഴുതിയ ഒരു സാധനം ഞാൻ ഇന്ന് വായിക്കാനിടയായി. അവരും കളിയാക്കുകയാണ് സുരേഷ് ഗോപിയെ. പക്ഷേ സുരേഷ് ഗോപിയുടെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി സ്ഥാനമാണ്. അദ്ദേഹം നായനാരുടെ ഭാര്യയെ പോയി കാണുന്നു, ശാരദ ടീച്ചറെ. തളി ക്ഷേത്രത്തിൽ കോഴിക്കോട് വരുന്നു, ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ പോയി ജപമാല കൊന്ത കൊടുക്കുന്നു. അദ്ദേഹം ഈ ചെയ്യുന്നതിനെല്ലാം പാർട്ടിക്ക് അതീതനായി കളിക്കുകയാണ്. ഇവിടെ ഒരേ സമയം കരുണാകരനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെയുള്ള പല പല പ്രവർത്തികൾ ചെയ്യുന്നു. ഒരേ സമയത്ത് ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും കോൺഗ്രസിനും CPM-ന്റെ കുറേ വോട്ടർമാർക്കും BJP-യുടെ വോട്ടർമാർക്കും എല്ലാം അഭിമതനാകുന്നു. അദ്ദേഹം ഈ ചെയ്യുന്നതെല്ലാം വെറുതെ എന്താണ് ഒരു തമാശയായിട്ടും കോമാളിത്തരവുമായിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് എന്താണ് കളിയാക്കേണ്ടത്, അല്ലാതെ അദ്ദേഹത്തെ അല്ല എന്ന് ഞാൻ പറയും. കാരണം ഒരു തവണ അദ്ദേഹം തൃശ്ശൂർ ജയിച്ച് കാണിച്ചു തന്നല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഇവിടെ ഈ വർഗീയത വളരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ CPM ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം CPM പണ്ടൊക്കെ ഒരു വർഗീയതയ്ക്കെതിരെ, വളരെ നിശിതമായി വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തിരുന്ന ഒരു പാർട്ടിയാണ്. വളരെ പണ്ട്, ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിന് ഒക്കെ ആ ഒരു കാലം വരെയെങ്കിലും. അതിനുശേഷമാണ് CPM ഇവിടെ ഓരോ തവണയും ആ സമയത്തെ വികാരം മുതലെടുത്ത് ജയിക്കുക എന്നുള്ള ഒരു പരിപാടി എളുപ്പത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീടാണ് ഈ മധ്യവർഗ പാർട്ടിയായി മാറുന്നതും മുതലാളിത്ത പാർട്ടിയായി മാറുന്നതും പിണറായി വിജയൻ ബൂർഷോയുടെ അച്ഛനാവാൻ പഠിക്കണമെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതും എല്ലാം അതിനുശേഷമാണ്. അതിനു മുൻപും CPM ഇവിടെ ഉണ്ടായിരുന്നല്ലോ. CPM അന്ന്
എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങിച്ചിരുന്നു. പണ്ട് പിണറായി വിജയൻ മത്തായി ചാക്കോയുടെ കാര്യത്തിൽ ബിഷപ്പ് പോൾ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയൻ അത് പറയാനുള്ള ആധികാരികത ഉണ്ടായിരുന്നു. കാരണം അന്ന് CPM ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ലായിരുന്നു. എല്ലാ നേതാക്കളോടും ഇവിടെ കാന്തപുരം വിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞില്ലേ, ഈ പ്രവാചകന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പോഴാണെങ്കിൽ പിണറായി വിജയൻ വാ തുറക്കാൻ ധൈര്യമുണ്ടാവുമോ അത് പറയാൻ? ഉണ്ടാവില്ലല്ലോ. ഇവിടെ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു പ്രശ്നം ഇതായിരുന്നു. പാണക്കാട്ട് തങ്ങളാണോ സമസ്തയുടെ മമ്പറം തങ്ങളാണോ വലിയ തങ്ങൾ? അതിപ്പോൾ എന്തായാലും പാണക്കാട്ട് തങ്ങളാണെന്ന് ഈ ഇലക്ഷൻ ഫലം സൂചിപ്പിച്ചതിന് ശേഷം എന്തായാലും ഇനിയിപ്പോൾ CPM-നെയും അതുപോലെയുള്ള പ്രീണനങ്ങൾ നിർത്താം. ഇവിടെ CPI പറഞ്ഞൊരു കാര്യം സമ്മേളനവും ക്രിസംഗി പൊളിറ്റിക്സിനോടും ഉണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ ഈ കൂർലോസ് പിതാവിനെ ഇത്രയും അതിനിശിതമായി ശാസിക്കുന്നതിന് ഒരു കാരണം യാക്കോബായ സമുദായത്തെ ഇപ്പോൾ പിണറായി വിജയനാണ് അവരുടെ പള്ളികൾ ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്. കോട്ടയത്തെ പള്ളി, മുളന്തുരുത്തിയിലെ പള്ളി, ഏതൊക്കെ പള്ളികളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതൊക്കെയോ പള്ളികൾ ഇപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്ത് പോവാതെ യാക്കോബായ പക്ഷത്തിന് ഇപ്പോഴും അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പിണറായി വിജയൻ കാരണമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ഗ്രിഗോറിയോസ് തിരുമേനിയായിട്ടും കാതോലിക്ക ബാവയ്ക്ക് പറ്റുമെങ്കിൽ അദ്ദേഹവുമായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂർലോസ് പിതാവ് വന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു വിമർശനം ഇടുന്നത് എന്നായിരിക്കാം CPM-ന്റെ ആൾക്കാർ കരുതുന്നത്. മറ്റ് ക്രിസംഗി പൊളിറ്റിക്സിനോടുള്ള നിലപാടിൻ്റെ കാര്യം വേറൊരു കാര്യമാണ്, അതിലേക്ക് വരാൻ സമയമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഇവിടെ CPI പറഞ്ഞ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു, ഈ പലസ്തീൻ സമ്മേളനം നടത്തുമ്പോഴും മറ്റ് സമ്മേളനങ്ങൾ നടത്തുമ്പോഴും ഇവിടെ മറ്റേ CAA വിഷയത്തിൽ സമ്മേളനം നടത്തുമ്പോഴും അവിടെയെല്ലാം ഈ എന്താണ് പുരോഹിതന്മാരാണ് അവിടെയെല്ലാം സദസ്സിലിരിക്കുന്നത്. CPM-ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണ യോഗമോ അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യ ഒരു സമ്മേളനമോ നടത്തണമെങ്കിൽ ഈ പുരോഹിതരെ അല്ലല്ലോ അവിടെ പിടിച്ചിരുത്തേണ്ടത്, അവരുടെ രാഷ്ട്രീയം പറയണം. അതായത് എന്തുകൊണ്ടാണ് പലസ്തീനെ പിന്തുണയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. അല്ലാതെ ഈ വിഷയത്തിലായാലും CAA വിഷയത്തിലായാലും ഒക്കെ CPM-ന്റെ സ്ട്രാറ്റജി കുറച്ച് കയ്യിൽ നിന്ന് പോയി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. NM പിയാസൻ, ഈ സമുദായ സംഘടനകളെ കൈകാര്യം ചെയ്യുക, സമുദായങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതിൽ പരമ്പരാഗത നിലപാടിൽ നിന്ന് CPM പോകണം. ഇപ്പം ഒരു വർഗ്ഗ നിലപാട് സ്വീകരിക്കാം. ഓരോ വിഭാഗത്തിലെ ഈ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് CPM-ന് ഒരു പരിഹാര ഫോർമുല മുന്നോട്ട് വെക്കാം, അതിന്മേലൊരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കാം. പക്ഷേ സമുദായ സംഘടനാ നേതൃത്വങ്ങളെ, സഭാ നേതൃത്വങ്ങളെ അവരുമായി നേരിട്ട് എൻഗേജ് ചെയ്യുക, അവരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, അതിന് പരിധി കവിഞ്ഞ പ്രീണന സമീപനം എടുക്കുക. ഇപ്പോൾ നമുക്കറിയാവുന്ന മധ്യ കേരളത്തിലെ ക്രിസംഗി പൊളിറ്റിക്സ് അറിയാം. അതിന് തലപ്പത്തിരിക്കുന്ന, അതിന് പ്രചാരകരായ ചില ബിഷപ്പുമാരുണ്ട്. അവരോട് സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതരം സമീപനം, അവർ കൊണ്ടുവരുന്ന വർഗീയ സംഗതികളോടുള്ള ഒരുതരം അനുഭാവമോ അല്ലെങ്കിൽ അനുഭാവമല്ല, ഒരുതരം ഒഴിഞ്ഞു കളി. ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ സമസ്ത കേരള ജമ്മിയത്തുലമയെ പരിധി കവിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, അതുവഴി എന്ത് നേട്ടം ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പം നോക്കൂ, ഇവിടെ വലിയ തോതിൽ വെള്ളാപ്പള്ളി വർഗീയത പറയുകയാണ്. ഈ കൂർലോസ് പിതാവിനോട് പറഞ്ഞതുപോലെയുള്ള കടുപ്പൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ ലെഫ്റ്റിൻ്റെ ഒരു സാധനം വിട്ടുകളഞ്ഞോ CPM? അതാണോ ഈ കുഴപ്പമുണ്ടാക്കുന്നത്? അല്ല, ഞാൻ വളരെ ലളിതമായി നിഷാദിനോട് പറയാം. നിങ്ങളൊരു വർഗീയതവാദിയാണ് എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചെറിയ പ്രവർത്തനത്തിൽ നിന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ CPM-ന്റെ മുൻകാലങ്ങളിൽ CPM-നെ ഒരിക്കലും വർഗീയവാദികളായ പാർട്ടിക്കാർ എന്ന് ആരും ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിക്കാതിരിക്കാൻ കാരണം അവരെടുത്ത നിലപാടുകളുടെ ദൃഢത തന്നെയാണ്, അതിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ്. അത് നഷ്ടപ്പെട്ടു. എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്? അവർക്ക് മുസ്ലിമിന്റെ വോട്ട് വേണം, ക്രിസ്ത്യാനിയുടെ വോട്ട് വേണം, ഹിന്ദുവിന്റെ വോട്ട് വേണം, എല്ലാവരുടെയും വോട്ട് വേണം അധികാരത്തിൽ കയറാൻ. അങ്ങനെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറുന്നതിന് മത നേതാക്കളെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഉപശാഖകളെയും സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ്. രാവിലെ മുസ്ലിങ്ങൾക്കൊപ്പം പ്രാതൽ കഴിക്കും, വൈകുന്നേരം ക്രിസ്ത്യാനികൾക്കൊപ്പം അത്താഴം കഴിക്കും. അതേപോലെ തന്നെ സൗകര്യമുള്ള ഇടങ്ങളിലെല്ലാം പോയി ഹിന്ദുക്കളുമായിട്ട് സേവ നടത്തിയും ഒക്കെ വോട്ട് നേടാം എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് ഒരു പാർട്ടിയുടെ നേതൃത്വം മാറിയാൽ എന്താണ് ജനങ്ങൾ തിരിച്ചറിയുക? സാധാരണക്കാർക്ക് ഇതിന്റെ ആവശ്യമില്ല. സാധാരണ മുസ്ലിമിന് മതം ആവശ്യമില്ല ആ രീതിയിൽ, സാധാരണ ഹിന്ദുവിന് ആവശ്യമില്ല, സാധാരണ ക്രിസ്ത്യാനിക്കും ആവശ്യമില്ല. അവൻ സാധാരണക്കാരാണ്, അവൻ പട്ടിണിക്കാരനാണ്, അവൻ ദരിദ്രനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ്.
ജീവിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ആ ജീവൽ പ്രശ്നങ്ങളുടെ മുന്നിലാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രസക്തമായി രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് CPM-ന് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ദുരന്തം. അതവർ തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ നല്ലത്. നമ്മൾ ആരും വാദിച്ച് ഈ കാര്യത്തിൽ ജയിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ ഇത് കൃത്യമായിട്ട് അവന്റെ അനുഭവത്തിലൂടെയാണ്, അവന്റെ സെൻസിലൂടെയാണ് അവൻ തിരിച്ചറിയുന്നത്. അത് എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശരി ശരി. പറ്റും? അപ്പോൾ CPM-നെ കുറിച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി പോകുന്നുണ്ടെങ്കിൽ അതിന് CPM ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പാർട്ടി. അത് ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ജനങ്ങളോടൊപ്പം പിന്നെ എന്താ പറയുക, ഇടപഴകി ജീവിക്കുന്നവർക്കറിയാം, ജനവികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതറിയാവുന്നൊരു പാർട്ടിയാണ്. അത് സമ്മതിച്ചിട്ടുണ്ട് പാർട്ടി. ഈ 3 ദിവസം കൂടുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ആ തിരുത്തൽ പ്രക്രിയ ഉണ്ടാകുമെന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ മണിപ്പൂരിൽ ക്രിസ്ത്യൻ വേട്ട നടന്നപ്പോൾ അതിനെതിരെയും ഞങ്ങളുടെ പാർട്ടി ശക്തമായ രീതിയിൽ കേരളത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മോഹൻ ഭാഗവത് വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിന്നെ കേന്ദ്ര സർക്കാരിനെ മോഡിയെ നിശ്ചിതമായിട്ട് ആ വിഷയത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടെന്ന് വരെ പറഞ്ഞു. അപ്പോൾ CPM-ന്റെ നിലപാടുകൾ വളരെ വൈകിയാണെങ്കിൽ ശരിയാണെന്ന് തെളിയിക്കുകയല്ലേ. ജനങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ ശിക്ഷയല്ല, അതിനുപരിയായിട്ട് ഇത്തവണത്തെ ഈ മോഡി സർക്കാരിനെതിരെയുള്ള വലിയൊരു ജനവികാരമാണ് കേരളത്തിൽ ഉയർന്നുള്ളത്. നിങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ ആ ജനവികാരത്തെ കൂടി കാണണം. സമ്പൂർണ്ണാർത്ഥത്തിൽ CPM അങ്ങനെ പരാജയപ്പെട്ടതല്ല എന്ന് വായിക്കുമെന്നാണ്. ശരി, എന്തായാലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എന്തൊക്കെയാണ് കണ്ടെത്തുന്നത്, പരിഹാരം ആലോചിക്കുന്നത് നോക്കാം. ഷിബു, എനിക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ല, സമയം കഴിഞ്ഞു പോയി. ദയവായി താങ്കൾ മനസ്സിലാക്കുമല്ലോ. സോറി. താങ്ക് യു ഷിബു. മീരാനൊപ്പം തന്നെ റെജി ലൂക്കോസ്, NM പിയാസൻ, ആനന്ദ് ചർച്ചയിൽ പങ്കെടുത്തതിന്.